ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഇറാനി പോളയുടെ റെസിപ്പിയുമായിട്ടാണ്. നല്ല ടേസ്റ്റുള്ള ഒരു പോളയാണ്, അതുപോലെ നല്ല സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനും, നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് പോളയിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഇതുപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മീഡിയം സൈസുള്ള 2 സവാള ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. സവാള പെട്ടെന്ന് തന്നെ വഴഞ്ഞു വരാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇനി സവാള നല്ലതുപോലെ വഴന്നു വന്നതിന് ശേഷം ഇതിലേക്ക് ചെറിയ പീസ് ഇഞ്ചി, 2 പച്ചമുളക്, ഒരു 6 അല്ലി വെളുത്തുള്ളി എല്ലാം കൂടി നല്ലതുപോലെ ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1 ടീസ്പൂൺ തന്നെ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. ഇനി പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഫ്രൈ ചെയ്ത ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഫ്രൈ ചെയ്തതാണ്. ഇത് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ. ഇനി അടുത്ത ഇതിലേക്ക് വേണ്ട ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് മൈദ, അതേ കപ്പിൽ തന്നെ 1 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതൊരു 1/4 കപ്പ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒലീവ് ഓയിലാണ് എടുത്തിട്ടുള്ളത്, സൺഫ്ലവർ ഓയിലും ഉപയോഗിക്കാം കേട്ടോ. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 4 അല്ലി ചെറിയ വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാണ്ട് ചേർത്ത് കൊടുക്കണം. വലുതാണെങ്കിൽ 2 അല്ലി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി അടുത്ത ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സിയിൽ അടിച്ചെടുക്കാം. ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ തന്നെ ഒരു ക്രീം ടെക്സ്ചറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലൊരു സോസ് പാനിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതുപോലെ കുഴിയുള്ള പാത്രം തന്നെ എടുക്കാൻ നോക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതുപോലെ ബ്രഷ് കൊണ്ട് എല്ലായിടത്തും ആക്കി കൊടുക്കാം. ഇനി നമ്മൾ അടിച്ച് വെച്ച ബാറ്റർ ഒരു പകുതിയോളം ഇതിലേക്ക് ആദ്യം തന്നെ ഒഴിച്ച് കൊടുക്കാം. പകുതി ഒഴിച്ചതിന് ശേഷം അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി 2 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് നോക്കാം. ആ സമയത്ത് ഇതിൻ്റെ അടിഭാഗമൊക്കെ കുറച്ച് സെറ്റായിട്ട് വന്നിട്ടുണ്ടാവും. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഫില്ലിങ് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. ഫില്ലിങ് ഇട്ട് കൊടുക്കുമ്പോൾ കൂടുതൽ സൈഡിലേക്ക് ഇട്ട് കൊടുക്കാണ്ട് സൈഡിൽ നിന്നും കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഇത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലും ഇത് കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ടാവും. ഇതിപ്പോൾ ഇവിടെ ഫില്ലിങ്ങൊക്കെ മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് മെല്ലെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഓവറായിട്ട് പ്രസ് ചെയ്യരുത്, ഇതുപോലെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ബാക്കി വന്ന ബാറ്റർ മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫില്ലിങ് ഫുള്ളായിട്ട് കവറാകുന്നത് വരെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ബാക്കി വന്ന ബാറ്റർ മുഴുവനായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ക്യാപ്സിക്കം കട്ട് ചെയ്തത് വെച്ച് കൊടുക്കാം. ക്യാപ്സിക്കം മാത്രമല്ല, നിങ്ങൾക്ക് തക്കാളിയും സവാളയും ഒക്കെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ക്യാപ്സിക്കവും മല്ലിയിലയും കൂടി മാത്രമാണ് വെച്ച് കൊടുക്കുന്നത്. ഇതും കൂടി വെച്ച് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഈ പാനിൻ്റെ അടിയിൽ വേറൊരു പാനും കൂടി ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. തീ നമുക്ക് നേരിട്ട് അടിക്കുമ്പോൾ വേഗം തന്നെ അടിയിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇതുപോലെ ഒരു തട്ട് വെച്ച് കൊടുക്കുന്നത്. ഇനി ഇങ്ങനെ ഒരു 15 മിനിറ്റ് ഇതുപോലെ തന്നെ കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ ഒരു 15 മിനിറ്റ് ആയപ്പോൾ ഞാനിത് തുറന്ന് നോക്കി. ആ സമയത്ത് അടിഭാഗമൊക്കെ നല്ലതുപോലെ ആയിട്ടുണ്ട്. മുകൾ ഭാഗം കുറച്ച് ആവാനുണ്ട്. അത് നമുക്ക് വേറൊരു പാനിലേക്ക് തിരിച്ചിട്ട് കൊടുത്ത് അതിൻ്റെ മുകൾ ഭാഗവും കൂടി കുക്ക് ചെയ്തെടുക്കാം. മറിച്ചിട്ട് കൊടുക്കുമ്പോൾ സൈഡൊക്കെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് നോക്കാം. എന്നിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ തിരിച്ചിട്ട് കൊടുക്കുന്നത് അതിലേക്ക് കുറച്ച് ഓയിൽ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
എന്നിട്ട് ആ പാത്രത്തിലേക്ക് ഇതുപോലെ വെച്ച് കൊടുത്ത് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ അടിഭാഗമൊക്കെ നല്ലതുപോലെ തന്നെ ആയിട്ടുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റോളം ഇതുപോലെ വെച്ചാൽ മുകൾ ഭാഗം നല്ലതുപോലെ തന്നെ കുക്കായിട്ട് വരും. ഇതിപ്പോൾ ഇവിടെ നല്ല അടിപൊളി ഇറാനി പോളയുടെ റെഡി ആയിട്ടുണ്ട്. വിരുന്നുകാരൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. നല്ല സോഫ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ടും. അപ്പോൾ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയണേ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.